നമസ്കാരം. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ മിന്നുന്ന വിജയം നേടിയ അന്നു മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടിവയറ്റിൽ വല്ലാത്ത ചൊറിച്ചിലാണ്. ഈ ചൊറിച്ചിൽ CPM സംസ്ഥാന സെക്രട്ടറിയായ ഡ്രിൽ മാഷിനെ പിടികൂടിയ പിറകെ ചൊറിച്ചിൽ ബാധിച്ച മന്ത്രി MP രാജേഷിനാവട്ടെ ചൊറിച്ചിൽ മാത്രമല്ല വല്ലാത്ത കടിയും അലട്ടുന്നുണ്ട്. പാലക്കാട്ടെ വിഷയത്തിൽ ഒരു മത തീവ്രവാദ സംഘടനയ്ക്കും പങ്കില്ല എന്ന് പറയാൻ UDF നേതൃത്വത്തിന് ധൈര്യമില്ലെന്നാണ് മന്ത്രി MP രാജേഷിന്റെ ഉശിരൻ ഡയലോഗ്. രാജേഷ് പാർട്ടി അണികളെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: UDFന്റെ ഈ നിലപാട് കേരളം കാണുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന് മുൻപ് SDPI പിന്തുണ വാങ്ങുന്നത് സംബന്ധിച്ച് പാലക്കാട് സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ ഉരുണ്ട് കളിക്കുകയായിരുന്നു. അതിലേറെ ഞെട്ടിപ്പിച്ച കാര്യം, തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് SDPI ആണെന്നതാണ്. അത് മതനിരപേക്ഷ കേരളത്തിനാകെയുള്ള മുന്നറിയിപ്പാണ് എന്നാണ് രാജേഷ് തട്ടിവിട്ടത്. മിസ്റ്റർ രാജേഷ്, മത തീവ്രവാദ സംഘടനയെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഒക്കെ LDF പിന്തുണ തങ്ങളോട് ചോദിച്ചിരുന്നതായുള്ള വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ രാജേഷ് കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയേണ്ട ഒരു ചോദ്യമുണ്ട്. രാജേഷ് പറയുന്ന തീവ്രവാദ സംഘടനകളായ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഒക്കെ രാജ്യത്ത് നിരോധിക്കാൻ പിണറായിക്ക് ആവുന്നില്ലേ? സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് അക്കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കാവുന്ന കാര്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടി രാജ്യഭരണം നടത്തുന്നത് മോദി സർക്കാരിന് ഒരു കത്തെഴുതാൻ പിണറായിക്ക് ധൈര്യമുണ്ടോ? അങ്ങനെയെങ്കിൽ രാജേഷ് പോലും ഞെളിഞ്ഞിരിക്കുന്ന ഈ കസേര ഉണ്ടാവില്ലെന്ന് മറക്കരുത്. തങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ നല്ല രാഷ്ട്രീയ പാർട്ടിയെന്നും UDFന് പിന്തുണ അവർ ചോദിക്കാതെ നൽകിയതുകൊണ്ട് തീവ്രവാദ പാർട്ടിയെന്നും ഒക്കെ പറയുന്നത് ഇരട്ടത്താപ്പും തറപ്പണിയുമാണെന്ന് മറക്കരുത്. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും തീവ്രവാദ പാർട്ടിയെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന രാജേഷിന് ഇനി സംസ്ഥാനത്ത് ഒരു തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിച്ച് ജയിച്ച നിയമസഭയിലോ ലോക്സഭയിലോ എത്താനാകുമെന്ന് എന്തെങ്കിലും വിശ്വാസമുണ്ടോ? ഒരിക്കലും എത്തില്ല. ഇക്കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ അത് വ്യക്തമായി അറിയുന്ന സുഹൃത്തായ മന്ത്രി റിയാസിനോട് ചോദിച്ചറിയുക. തങ്ങളാണ് UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചതെന്ന SDPI അവകാശവാദത്തെ തള്ളിപ്പറയാൻ എന്തുകൊണ്ടാണ് ഒരു UDF നേതാവിന്റെയും നാവ് പൊങ്ങാത്തത് എന്നായിരുന്നു മഹാൻ രാജേഷിന്റെ ചോദ്യം. അവരെ തള്ളിപ്പറയാൻ കഴിയാത്ത വിധത്തിൽ UDF SDPIയുടെ തടവിലായിപ്പോയി എന്നല്ലേ കാണിക്കുന്നതെന്നും രാജേഷ് പറയുകയുണ്ടായി. ജമാഅത്തെ ഇസ്ലാമിയും SDPIയെയും വർഗീയതയുടെ പേരിൽ CPM കുറ്റപ്പെടുത്തുമ്പോൾ മുൻകാലങ്ങളിൽ ഇവരുമായുള്ള ബന്ധത്തിന്റെ വിവരങ്ങൾ രാജേഷ് അറിയാത്തത് ദേശാഭിമാനി അല്ലാതെ മറ്റൊന്ന് സഖാവ് വായിക്കാത്തത് കൊണ്ടാണ്. ഈ സംഘടനകളുമായി ബന്ധപ്പെടുത്തി മുസ്ലിം ലീഗിനെയും UDFനെയും അധിക്ഷേപിക്കുന്ന CPM മുൻകാലങ്ങളിലെ പാർട്ടി നിലപാടുകൾ ബോധപൂർവം വിഴുങ്ങുകയാണ്. വിവിധ തിരഞ്ഞെടുപ്പുകളിൽ CPMനും LDFനും പിന്തുണ നൽകിയിട്ടുണ്ടെന്ന് ഈ സംഘടനകളുടെ ഭാരവാഹികൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിനു പുറമെയാണ് മുൻകാല ബന്ധങ്ങൾ വ്യക്തമാക്കുന്ന നേതാക്കളുടെ പ്രസ്താവനകളും കൂടിക്കാഴ്ചയുടെ വിവരങ്ങളും കൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 1996 ഏപ്രിൽ 22-ന് CPM മുഖപത്രം ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗം അടക്കം ഇക്കൂട്ടത്തിൽ ചർച്ചയാകുന്നത് ഇതിനാലാണ്. നരസിംഹറാവു സർക്കാരിനെതിരെ ഇടതുപക്ഷം നയിക്കുന്ന പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകിയ ജമാഅത്തെ ഇസ്ലാമിക്ക് നന്ദി രേഖപ്പെടുത്തിയാണ് ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയതെന്ന യാഥാർത്ഥ്യം മറക്കരുത്. 2008 നവംബർ 26-ന് നിയമസഭയിൽ ആര്യാടൻ മുഹമ്മദ് അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന് അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ മറുപടി എന്തായിരുന്നു? തീവ്രവാദത്തിന്റെ പേര് പറഞ്ഞ ആര്യാടൻ മുഹമ്മദ് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എന്നാണ് കോടിയേരി പറഞ്ഞത്. 2009-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി വയനാട്ടിലും പൊന്നാനിയും ഒഴികെ 18 സീറ്റുകളിലാണ് LDFനെ പിന്തുണയ്ക്കുന്നത്. അന്ന് പാർട്ടി സെക്രട്ടറി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ചർച്ച നടത്തിയ കാര്യം ജമാഅത്തെ നേതൃത്വം തന്നെ വിവരങ്ങൾ പുറത്തു വിട്ടിരുന്നതുമാണ്. 2009 ഏപ്രിൽ 14-ന് CPM കണ്ണൂരിൽ വാർത്താ സമ്മേളനം നടത്തി ഇതേപ്പറ്റി പിണറായി വിജയൻ പറഞ്ഞത് CPM നേതൃത്വം ഓർക്കുന്നുണ്ടോ? മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ദേശീയ സാർവദേശീയ രംഗത്തൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് വെച്ചാണ് ഓരോ കാലഘട്ടത്തിലും അവർ നിലപാടെടുക്കുന്നത്. 2006-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ആദ്യമായി അവർ ഇടതുമുന്നണിക്ക് പിന്തുണ നൽകിയത്. ഇത്തവണ 18 സീറ്റിൽ LDFനും 2 സീറ്റിൽ UDFനും പിന്തുണ നൽകാനും തീരുമാനിച്ചു എന്നാണ് അന്ന് പിണറായി പറഞ്ഞത്.
അവർ ഒരു കൂട്ടം നേതാക്കൾ മാന്യമായി ഞങ്ങളെ വന്ന് കണ്ട് സംസാരിച്ചു. ഞങ്ങൾ അവരെ LDF-ൽ എടുത്തിട്ടില്ല, എടുക്കാൻ അവർ ആവശ്യപ്പെട്ടിട്ടുമില്ല. ഒരു കൂട്ടർ വന്ന് സംസാരിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും കോൺഗ്രസ് വേവലാതിപ്പെടുന്നത് എന്തിനാണ്? ജമാഅത്തെ ഇസ്ലാമി ചർച്ചകൾക്ക് ശേഷം 2011 ഏപ്രിൽ 5-ന് വിവാദങ്ങളോട് പിണറായി പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി 140 മണ്ഡലങ്ങളിൽ 124 ഇടത്തും പിന്തുണച്ചത് ഇടതുപക്ഷത്തെ തന്നെയായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ, EP ജയരാജൻ, KK ശൈലജ, എളമരം കരീം, VS അച്യുതാനന്ദൻ, AK ബാലൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയിൽ വിജയിച്ചവരായി കേരള രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട്. ഇതൊന്നും അറിയാതെ പൊട്ടനായ രാഷ്ട്രീയ മണ്ടനെ പോലെയാണ് പിണറായിയുടെ ചൊറിച്ചിലും രാജേഷിന്റെ വല്ലാത്ത കടിയും മണ്ടത്തരം പറച്ചിലും എന്നതാണ് യാഥാർത്ഥ്യം. നന്ദി.